കഴിഞ്ഞ തവണ ഞാറ്റുവേലയ്ക്ക് വന്നപ്പോൾ ഒരു വലിയ പ്രശ്നം അന്നിവിടെ പലരും ഉന്നയിക്കുകയുണ്ടായി. അത് പെർമിറ്റ് ഫീസ് വർധനവിനെ കുറിച്ചായിരുന്നു. ഞാനിവിടെ വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനമൊക്കെ ഒന്ന് വന്നു. പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചത് ന്യായമായിരുന്നു എന്നാണ് അന്നും എൻ്റെ അഭിപ്രായം, ഇന്നും എൻ്റെ അഭിപ്രായം അതാണ്. ന്യായമായിട്ടും വർദ്ധിപ്പിക്കേണ്ടത് തന്നെയായിരുന്നു. എല്ലാ പഠനമൊക്കെ നടത്തി അതിനടിസ്ഥാനത്തിലാണ് വർദ്ധിപ്പിച്ചത്. വർദ്ധിപ്പിക്കുന്നതിന് മുമ്പും ഇന്ത്യയിൽ ഏറ്റവും കുറവ് കേരളത്തിലായിരുന്നു, വർദ്ധിപ്പിച്ച ശേഷവും ഏറ്റവും കുറവ് കേരളത്തിലായിരുന്നു. അപ്പം അത്രയും താഴെയായിരുന്നു നമ്മുടെ പെർമിറ്റ് ഫീ. ഏറ്റവും കൂടുതൽ നിർമ്മാണം നടക്കുന്നത് നമ്മുടെ കേരളത്തിലുമാണ്. മാത്രമല്ല, പെർമിറ്റ് ഫീ വർദ്ധിപ്പിച്ച ശേഷം ഒരു വർഷത്തിന് ശേഷമുള്ള കണക്ക് നമ്മൾ നോക്കുമ്പോൾ കെട്ടിട നിർമ്മാണ രംഗത്ത് വലിയ വളർച്ചയുണ്ടായത്. അതിനെക്കുറിച്ച് മലയാള മനോരമയുടെ ഒരു തലക്കെട്ട് തന്നെ കെട്ടിപ്പൊക്കി കേരളം എന്നായിരുന്നു. ഇപ്പോൾ പെർമിറ്റ് ഫീ വർധനവ് ഒരു തരത്തിലും നിർമ്മാണ മേഖലയെ ബാധിച്ചില്ല, അതുകൊണ്ടൊന്നും ഒരു കുറവും അക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നും കൂടിയാണ് കാണിക്കുന്നത്. എന്നാലും എല്ലാ വിമർശനങ്ങളും കണക്കിലെടുത്ത്, ഞാറ്റുവേലയിൽ ഉണ്ടായതുൾപ്പെടെ എല്ലാം കണക്കിലെടുത്ത് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ അത് കുറയ്ക്കാം എന്ന് തീരുമാനിച്ചു. 30% മുതൽ 50% വരെ വിവിധ കാറ്റഗറികൾക്കായിട്ടത് കുറച്ചു. ഇപ്പോൾ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഇന്ന് ഒരാൾ സന്തോഷത്തോടെ പറഞ്ഞു അടച്ചതിൻ്റെ പകുതി തിരിച്ചു കിട്ടിയെന്ന് ഇന്ന് കണ്ടപ്പോൾ പറഞ്ഞു. പക്ഷെ പലർക്കും തിരിച്ചു കിട്ടിയിട്ടില്ല. തിരിച്ചു കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, വാങ്ങിയതും തദ്ദേശ സ്ഥാപനങ്ങളാണ്, തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ്. ചില്ലിക്കാശ് സർക്കാരിന് അതുകൊണ്ട് ലാഭം ഉണ്ടായിട്ടില്ല. ഈ കേട്ട പഴിയല്ലാതെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വരുമാനമായിരുന്നു. അപ്പോൾ ഒരുപാട് തദ്ദേശ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷത്തുള്ളവരെല്ലാം പ്രമേയം പാസ്സാക്കി വെച്ചു, ഇത് അന്യായമാണ്, വർദ്ധിപ്പിക്കാൻ പാടില്ല, ഉടൻ കുറയ്ക്കണം എന്നൊക്കെ. കുറയ്ക്കുക മാത്രമല്ല, അധികം വാങ്ങിയ തുക തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവരാരും വിചാരിച്ചില്ല സർക്കാർ അങ്ങനെ ഒരു ചതി ചെയ്ത് കളയും എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രമേയം പാസ്സാക്കിയവരാണ് പൈസ തിരിച്ചു കൊടുക്കാത്തത്. ഇത് പിൻവലിക്കണമെന്നും വർദ്ധിപ്പിക്കരുതെന്നും പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയവർ മിക്കവാറും ആരും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. കഴിഞ്ഞ മാർച്ച് 31 തന്നെ പൈസ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പലരും എന്ത് പറഞ്ഞു എന്നറിയോ? മാർച്ച് 31 ശേഷം വന്നവരോട് പറഞ്ഞു, മാർച്ച് 31 കൊടുക്കണം എന്നാണ് സർക്കാർ പറഞ്ഞത്, അതുകൊണ്ട് ഇനി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും ഉത്തരവിറക്കി പൈസ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അത് കഴിഞ്ഞ തവണ വന്ന വിമർശനമായതുകൊണ്ട് ഇത്തവണ ഒരാളത് ഓർമ്മിപ്പിച്ചുകൊണ്ടും പറഞ്ഞു എന്നില്ല. എനിക്കിവിടെ പറയാൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആരതി എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നിങ്ങൾ എന്തവിടെ ചർച്ച ചെയ്താലും എനിക്ക് പ്രശ്നമല്ല, ഞാനൊരു കാര്യം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നത്. അത് ആർക്കും വലിയ താല്പര്യം ഉണ്ടാവാൻ ഇടയുള്ള കാര്യമാവണമെന്നില്ല. അപ്പോൾ പറയാനുള്ളത് മാലിന്യമുക്തത്തെക്കുറിച്ചാണ്. കാരണം അത് വേറെ ആരും പറയാറില്ല. ശുചിത്വത്തിൻ്റെ കാര്യം ഇപ്പോൾ ഒരു വലിയ മാറ്റം നമുക്കുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉണ്ടായ മാറ്റം തന്നെ അതിശക്തമായ ഇടപെടലിൻ്റെ ഫലമായി ചില സന്ദർഭങ്ങളിലെങ്കിലും കുറച്ച് ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റമാണ്. അല്ലാതൊരു സിവിക് സെൻസിൽ വലിയ കാര്യമായ മാറ്റം ഉണ്ടായിരുന്നു, അതുകൊണ്ടൊരു മാറ്റം ഉണ്ടായിരുന്നു പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹരിതകർമ്മസേന 2024-25 കേരളത്തിൽ നിന്നാകെ ശേഖരിച്ച മാലിന്യത്തിൻ്റെ അളവ് 1,52,000 ടണ്ണാണ്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഈ സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ ഈ മാലിന്യം മുഴുവൻ എവിടെ വരുമായിരുന്നു എന്നുള്ളതാണ്. ഇത് റോട്ടിലും തോട്ടിലും പാടത്തും പുഴയിലും കായലിലും വന്ന് അടിയുമായിരുന്നു. ഒരൊറ്റ വർഷം കൊണ്ട് ശേഖരിച്ചതാണ്. അതിന് മുമ്പത്തെ വർഷം 30,000 ടണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. 5 ഇരട്ടിയാണ് ഒരു വർഷം കൊണ്ടുണ്ടായത്. അതുണ്ടാക്കിയത് ഗവൺമെൻറ് ആക്ട് അമെൻഡ് ചെയ്തു. ഹരിതകർമ്മസേനയ്ക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് ഒരു സേവനവും കിട്ടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. അന്ന് അസംബ്ലിയിൽ വലിയ തർക്കം വന്നു, ഇത് ആർട്ടിക്കിൾ 21 വയലേഷനാണ്, റൈറ്റ് ടു ലൈഫിൻ്റെ വയലേഷനാണ് എന്ന്. റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റിയാണ്, ശുചിത്വത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശമാണെന്ന് പറഞ്ഞാണ് അതിനെ ഡിഫെൻഡ് ചെയ്തത്. പക്ഷേ അത് നടപ്പായി. ഇപ്പോൾ 95% വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഇത് ശേഖരിക്കുന്നുണ്ട്. യൂസർ ഫീ എല്ലാവരും കൊടുക്കാറില്ലെങ്കിലും ഇത് ശേഖരിക്കുന്നുണ്ട്. അതിൻ്റെ മാറ്റമാണ്. ആ മാറ്റം നമുക്കെല്ലായിടത്തും, അതുമാത്രമല്ല
സംസ്കരണ സംവിധാനങ്ങൾ കൂടുതലായിട്ട് വന്നു. അപ്പം അതിൻ്റെ സാങ്കേതിക ഭാഷയൊന്നും ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല. മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, RRF തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അടുത്തൊരു 5 മാസത്തിനുള്ളിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാനിറ്ററി മാലിന്യവും സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ വരും. 5 മാസം കൊണ്ട് മുഴുവൻ ഖരമാലിന്യവും RDF ആക്കി, ഇന്ധനമാക്കി മാറ്റുന്ന പ്ലാന്റുകളും 5 മാസം കൊണ്ട് വരും. പിന്നെ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന പ്രശ്നം ദ്രവമാലിന്യവും കക്കൂസ് മാലിന്യവും സംസ്കരിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ച്. കാരണം ഒരു പഠനം നടത്തിയപ്പോൾ കേരളത്തിൽ 78% വീട്ടുകിണറുകളിലും കോളിഫോം ബാക്ടീരിയ കണ്ടെത്തി. 82% പൊതുജലാശയങ്ങളിലും കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കക്കൂസ് മാലിന്യം സംസ്കരിക്കാൻ സംവിധാനമില്ലാത്തതാണ്. സംവിധാനമില്ലാത്തതിൻ്റെ പ്രശ്നം പൈസയുടേതല്ല, നാട്ടുകാരുടെ എതിർപ്പാണ്. ഒരു വിചിത്രമായ സാഹചര്യമാണ്. ഈ വെള്ളം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു, അതിലാർക്കും ആക്ഷേപമില്ല. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള പ്ലാന്റ് വന്നാൽ അതിനെ എതിർക്കുകയാണ്. ഇപ്പോൾ അസംബ്ലിയിൽ ഒരു അടിയന്തര പ്രമേയത്തിൽ ഡോക്ടറായിട്ടുള്ളൊരു MLA പ്രസംഗിച്ചു, എൻ്റെ നെഞ്ചത്തുകൂടിയല്ലാതെ അവിടെ പ്ലാന്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എത്തിക്കാൻ സമ്മതിക്കില്ല, എൻ്റെ നെഞ്ചത്തൂടെ ലോറി കയറ്റേണ്ടി വരും എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ഒരു മനോഭാവം. ഇപ്പം ഞാൻ മന്ത്രി ആയ ഉടൻ ചെയ്തൊരു കാര്യം, കേരള നിയമസഭയിലെ എല്ലാ കക്ഷി നേതാക്കളെയും ഒരു ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു. ഉച്ചഭക്ഷണം കൊടുത്തത് മുട്ടത്തറ കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റിനകത്ത് വെച്ചായിരുന്നു. വെറ്റിസകാവ് മുഖം ചുളിക്കുന്നുണ്ട്, എന്തൊരു വൃത്തികേടാണെന്ന് മട്ടിലാണ്. അത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കാം, അത്രയും വൃത്തിയുള്ളതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ്. അത് പ്രസംഗിച്ചാൽ അവർക്ക് ഒരിക്കലും ബോധ്യം വരില്ല, ആർക്കും ബോധ്യം വരില്ല. അവിടെ 2 മണിക്കൂർ നേരം ഒരു അവതരണം, പ്രസൻറ്റേഷൻ, ചോദ്യോത്തരം, വിദഗ്ധരെല്ലാം വന്ന് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഭക്ഷണം കഴിച്ചു. മുഴുവൻ ടെലിവിഷൻ ചാനലുകളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ മാധ്യമപ്രവർത്തകർ ഈ നിയമസഭയിലെ കക്ഷി നേതാക്കളോട്, മുതിർന്ന നേതാക്കളെല്ലാവരും, അവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാര്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എതിർക്കും. അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ വസ്തുത മനസ്സിലായാലും എതിർപ്പിൽ നിന്ന് പിന്മാറാൻ ദുരഭിമാനമൊട്ട് അനുവദിക്കില്ല. അതുകൊണ്ട് മാത്രം കേരളത്തിൽ ഇത്തരം പ്ലാന്റുകളുടെ നിർമ്മാണം പലയിടത്തും മുടങ്ങി കിടക്കുന്നു. അതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. എതിർക്കാൻ, പ്രാദേശികമായിട്ട് എതിർക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടാം. ആ പ്രശ്നമുണ്ട്. നടത്താനല്ല ഒറ്റക്കെട്ട്, എതിർക്കാനാണ് പലപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ലാതെ ഒരുമിച്ച് നിന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്ത സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പോൾ ചേർത്തല ഒരു ഉദാഹരണമാണ്. വലിയ എതിർപ്പുണ്ടായ സ്ഥലമാണ്, അതിഭയങ്കരമായ എതിർപ്പായിരുന്നു. അവരെ പലതവണ വിളിച്ച് ചർച്ച ചെയ്തു. അവരെ 2 ബസ് അറേഞ്ച് ചെയ്ത് ഈ പ്ലാന്റ് ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് അവിടുത്തെ എതിർപ്പ് അടങ്ങിയത്. ഇപ്പം ഞാനൊരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിന് അഭിസംബോധന ചെയ്തേ മതിയാവൂ എന്നൊരു പ്രശ്നം പറഞ്ഞതാണ്. കാരണം ഇപ്പം തന്നെ ജലജന്യ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കോളറ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തു, പടർന്നില്ല എന്നുള്ളത് ശരിയാണ്. മഞ്ഞപ്പിത്തം വ്യാപകമായിട്ട് വരുന്നുണ്ട്. ജലജന്യ രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്, ഈ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ശാസ്ത്രീയ മാനദണ്ഡം വിദഗ്ധർ പറയുന്നത് സെപ്റ്റിക് ടാങ്ക് 3 കൊല്ലം കൂടുമ്പോൾ പൂർണ്ണമായിട്ടും അതിൽ മാലിന്യം നീക്കം ചെയ്യണമെന്നാണ്. 3 കൊല്ലം കൂടുമ്പോൾ. നമ്മളാരും 30 കൊല്ലം കൂടുമ്പോൾ പോലും ചെയ്യാറില്ല. ഇത് ബ്ലോക്കായാൽ ചെയ്യാന്നല്ലാതെ. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത്, ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോയി സംസ്കരിക്കാൻ സംവിധാനമില്ല. ഇപ്പോൾ പലരും ഇത് അനധികൃതമായിട്ട് എടുക്കുന്നുണ്ട്. എടുത്തിട്ട് സംസ്കരിക്കുകയല്ല ചെയ്യുന്നത്. ഇത് കായലിലും പുഴയിലും പാടത്തും തട്ടുകയാണ്. ഏറ്റവും കൂടുതൽ തട്ടുന്നൊരു സ്ഥലം കായലുകളാണ്, കൊച്ചിയിലും അതുപോലെ വേമ്പനാട്ട് കായലും ഒക്കെ. ആ മത്സ്യമാണ് നമ്മൾ രുചിയോടുകൂടി ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മത്സ്യത്തിൻ്റെ പ്രധാന ഭക്ഷണം ഇതാണ്. ഈ പ്രശ്നമുണ്ട്. ഹൗസ് ബോട്ടുകൾ കായലിൽ ഇത് തള്ളിക്കൊണ്ടിരിക്കുന്നു. നിരവധി ഹൗസ് ബോട്ടുകളുണ്ട്. ഇതിൽ ഈ മാലിന്യം മുഴുവൻ ചെയ്യുന്നത് എന്താ? കായലിലേക്ക് തുറന്നു വിടുക എന്നതാണ്, മനുഷ്യ വിസർജ്യം. അപ്പം വീട്ടുകിണറിലും ഞാനിങ്ങനെ പറഞ്ഞാലേ ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നതോടെ, ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ അറിയാം. ഇങ്ങനെ പറഞ്ഞാലല്ലാതെ ഇതിൻ്റെ ഗൗരവം ആർക്കും ബോധ്യപ്പെടില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ക്യാമ്പയിൻ ഈ
ശുചിമുറി മാലിന്യം സംസ്കരിക്കാനുള്ള അതിന് ഒരു ഇത് പകരാൻ ഒരു ക്യാമ്പയിൻ ആസൂത്രണം ചെയ്തു. കേരളത്തിലെ ശുദ്ധജലത്തിൻ്റെ ഗുണനിലവാരമൊക്കെ ആളുകളുടെ ഇടയിൽ ചർച്ചയാക്കാൻ അതിന് ഒരു പേര് കൊടുത്ത് വലിയ ഡിബേറ്റ് നടന്നു. ആ പേര് കൊടുക്കാമോ, അങ്ങനെ കൊടുക്കണോ? കൊടുക്കാം എന്ന് തീരുമാനിച്ചു. മലംഭൂതം എന്നായിരുന്നു അതിന് കൊടുത്ത പേര്. യഥാർത്ഥത്തിൽ അതാണ് വസ്തുത. ഇപ്പോൾ വീടുകളുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രീയമായിട്ടുള്ള ദൂരപരിധി കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിലില്ല. അത് നമ്മൾ കുറച്ചു. കാരണം കേരളത്തിലെ ജനസാന്ദ്രതയുടെയൊക്കെ പ്രശ്നം കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചു. അതുപോലും പലപ്പോഴും പാലിക്കാറില്ല. ടാങ്ക് ശാസ്ത്രീയമായിട്ടല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ മാലിന്യം കുടിവെള്ളത്തിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് വീട്ടുകിണറുകളിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുന്നത്. ഈ ഒരു ഗൗരവമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഒരു ഭാഗം നമുക്കിപ്പോൾ പരിഹരിക്കാൻ കഴിയും. അത് ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ സാനിറ്ററി വേസ്റ്റ് ഉൾപ്പെടെ. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ മാനുഷിക പ്രശ്നമാണ്. ഇപ്പോൾ എന്നെ കുറച്ച് ദിവസം മുമ്പ് പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയോട് ചേർന്നുള്ള പഞ്ചായത്ത്, അവിടെ നിന്നൊരു പാവപ്പെട്ട സ്ത്രീ വിളിക്കുകയാണ്. അവരുടെ സുഖമില്ലാത്ത എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിരിക്കാൻ പറ്റാതെ എപ്പോഴും കിടക്കുന്നൊരു കുട്ടി. ആ കുട്ടിക്ക് ഡയപ്പർ ഉപയോഗിക്കണം. എല്ലാം കിടന്ന കിടപ്പിലാണ് നിർവഹിക്കുന്നത്. 3 സെൻറ്റിലാണ് വീടും ആകെ സ്ഥലമുള്ളത്. സംസ്കരിക്കാൻ പറ്റുന്നില്ല. ഈ ഡയപ്പർ വീട്ടിലെടുത്തു വയ്ക്കാനും പറ്റില്ല. അപ്പോൾ അവിടെ കളക്ഷൻ സംവിധാനം ഇല്ല. തൊട്ടടുത്ത മുനിസിപ്പാലിറ്റി ഉണ്ട്, പക്ഷേ ഇവർ പഞ്ചായത്തിലായിപ്പോയി. അവസാനം പ്രത്യേകമായിട്ട് ഇടപെട്ട് മുനിസിപ്പൽ ചെയർപേഴ്സണോട് റിക്വസ്റ്റ് ചെയ്ത് ഇവരുടെ ഒരു പ്രത്യേക കേസായിട്ട് എടുക്കൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ അനേകം പേരുണ്ടാവും, എല്ലാം നമുക്ക് പ്രത്യേക കേസാക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനൊരു മുൻഗണന കൂടി കൊടുത്ത് 5 മാസം കൊണ്ട് മുഴുവൻ സാനിറ്ററി വേസ്റ്റ് നമുക്ക് സംസ്കരിക്കാവുന്ന സംവിധാനം PPP ആയിട്ട് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടി ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഒരു മുഖ്യധാരയുടെ ചർച്ചയിൽ വരുന്നതല്ലെങ്കിലും വളരെ ഗൗരവമായിട്ട് സാധാരണ മനുഷ്യരെ, പ്രത്യേകിച്ച് ഈ ശുചിത്വത്തിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് പാവപ്പെട്ട മനുഷ്യരെയാണ്. ആ ഒരു രാഷ്ട്രീയം, വൃത്തിയുടെ ഒരു രാഷ്ട്രീയമുണ്ട്. ധനികരായ ആളുകൾക്ക് ഈ പ്രശ്നമില്ല. അവർ വീട്ടിൽ ഫിൽട്ടർ വയ്ക്കാം, വെള്ളം ശുദ്ധീകരിക്കാനുള്ള സംവിധാനമൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കാം, അതെല്ലാം ഉണ്ട്. ഈ മലിനജലം കുടിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കോളിഫോം ബാക്ടീരിയ അടങ്ങിയ വെള്ളം കുടിക്കേണ്ടി വരുന്നത് ആരാ? പക്ഷേ അവരെ തന്നെ അണിനിരത്തിയിട്ടാണ് ഈ സമരം ചെയ്യുന്നത്. അതാണ് വിചിത്രമായിട്ടുള്ള കാര്യം. അവരെ അണിനിരത്തിയിട്ടാണ് ഇതിനെതിരായിട്ടുള്ള സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം ഞാറ്റുവേല പോലെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഒരു മാറ്റം നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റി, ഭാഗികമാണെന്ന്. ഇപ്പോൾ ശുചിത്വ റാങ്കിങ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വന്നപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയ ഏറ്റവും മികച്ച റാങ്ക് 1370 ആയിരുന്നു. ഇത്തവണ ഇന്ത്യയിൽ ഏറ്റവും വൃത്തിയുള്ള 100 നഗരങ്ങളിൽ 8 എണ്ണം കേരളത്തിൽ നിന്ന് വന്നു. 8 എണ്ണം. കൊച്ചി വളരെ പിന്നിലുണ്ടായിരുന്നതാണ്. ബ്രഹ്മപുരത്തിൻ്റെ സമയത്ത് ഓർക്കുന്നുണ്ടാവും. ഇന്ന് കൊച്ചി 50ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റി. ഇത് പലതും ഈ പറഞ്ഞതുപോലെ വലിയ ബലപ്രയോഗം കൊണ്ടാണ് നമുക്ക് കൈവരിക്കാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു സാഹചര്യം. അപ്പോൾ അതിൻ്റെ ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞാൽ നിർത്താം. കഴിഞ്ഞ 5 മാസം കൊണ്ട് കളക്ട് ചെയ്ത ഫൈൻ 9.55 കോടിയാണ്. മാലിന്യം വലിച്ചെറിഞ്ഞതിന് പിഴ ആയിട്ട് ഈടാക്കിയത് 9.55 കോടിയാണ്. അപ്പോൾ എത്ര വലിയ ബലപ്രയോഗം കൊണ്ടാണിത് ഉണ്ടായിട്ടുള്ളതെന്നാണിത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം ഒരു തീരുമാനം എടുത്തത്. ബെവ്കോയുടെ മദ്യക്കുപ്പികൾ, അതിൽ 70 കോടി കുപ്പി ഒരു വർഷം വിപണിയിലെത്തുന്നുണ്ട്. 70 കോടി. അതിൽ 80-85% പ്ലാസ്റ്റിക് കുപ്പികളാണ്. ഈ കുപ്പികൾ വലിയ തോതിൽ വലിച്ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ബോധമുള്ളവർ തന്നെ ഇത് വലിച്ചെറിയാണ്. മിനറൽ വാട്ടറിൻ്റെ കുപ്പി തന്നെ കുടിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയാണ്. ബോധം കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ വലിച്ചെറിയാന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കുപ്പിക്ക് 20 രൂപ നിക്ഷേപമായിട്ട് അധികം ഈടാക്കും. കുപ്പി തിരിച്ചെത്തിച്ചാൽ ഈ 20 രൂപ തിരിച്ചു കൊടുക്കും. അപ്പോൾ അതിൽ QR കോഡുള്ളൊരു സ്റ്റിക്കർ ഉണ്ടാവും. ഒരു പത്രം പിറ്റേ ദിവസം തന്നെ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, മദ്യക്കുപ്പിക്ക് വില കൂടും, സർക്കാർ പിൻവാതിലിലൂടെ പൈസ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ അല്ല. വേറെ എല്ലാ മാർഗവും പരാജയപ്പെട്ടപ്പോൾ ഈ കഴിക്കുന്നവർ തന്നെ എത്തിക്കണമെന്നില്ല, ആർക്കും കുപ്പി എത്തിക്കാം, സ്റ്റിക്കർ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സാധനം തിരിച്ചെത്തി 70 കോടി കുപ്പി
നമുക്ക് തിരിച്ചെത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണല്ലോ. അപ്പം അതിനുവേണ്ടിയാണ് ഈ 20 രൂപ അധികം ചുമത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ ഒരു പൗരബോധം വേണ്ടതുപോലെ ഉയർത്താൻ റീസൈക്കിൾ ചെയ്യും, റീയൂസ് ചെയ്യില്ല. പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യില്ല, ഗ്ലാസ് ആണെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റും. ഇത് റീസൈക്കിൾ ചെയ്ത് മറ്റുൽപ്പന്നങ്ങളാക്കിയിട്ട് മാറ്റും. ഇപ്പോൾ ഉള്ളൊരു വ്യവസ്ഥ അവർ പറഞ്ഞത് ഏത് ഔട്ട്ലെറ്റിൽ നിന്നാണോ വാങ്ങുന്നത് അവിടെ തന്നെ എത്തിക്കണം എന്നാണ്. കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എവിടെ എത്തിച്ചാലും പൈസ കൊടുക്കാനുള്ളൊരു സംവിധാനത്തെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അതിനൊരു സാങ്കേതികമായൊരു ക്രമീകരണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും സങ്കീർണമായൊരു കാര്യം കൂടിയാണ് എന്നാണ് ഞാനിതിലൂടെ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ഗവൺമെൻറ്റും തദ്ദേശ സ്ഥാപനങ്ങളും നല്ല നിലയിൽ ഇടപെടുകയും ശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത്രത്തോളം ഒരു പിന്തുണ സമൂഹത്തിൽ നിന്നാകണ്ടായില്ല, ജനങ്ങളുടെ ബോധത്തിലുണ്ടായിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിലിനി ഞാറ്റുവേലയെ പോലൊരു കൂട്ടായ്മയ്ക്ക് എന്താണ് അക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കണം. ഇത്രേ പറയാനുള്ളൂ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും എല്ലായിടത്തും പോകുന്നത്, ഇവിടെയും വന്നതിന് വേണ്ടിയിട്ടാണ്. ശരി.